ഓഗസ്റ്റ് 18 മുതൽ 23 വരെ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഇന്റർകോണ്ടിനെന്റൽ കപ്പ് സെറിബ്രൽ പാൾസി ഫുട്ബോളിൽ പങ്കെടുക്കുന്ന വനിതാ ടീമിൽ ഉൾപ്പെട്ട 5 പേർക്ക് യാത്രയയപ്പ് നൽകി. ഭിന്നശേഷി കുട്ടികളുടെ ഉൾച്ചേരലും ശാരീരികവും മാനസികവുമായ വളർച്ചയും ലക്ഷ്യമാക്കി സമഗ്ര ശിക്ഷ കോഴിക്കോടും CPSAKയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രത്യേക സ്പോർട്സ് ട്രെയിനിംഗ് പ്രോഗ്രാമിലൂടെയാണ് കുട്ടികൾക്ക് ഈ നേട്ടം സാധ്യമായത്. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന സെറിബ്രൽ പാൾസി ഉൾപ്പെടെയുള്ള പരിമിതികൾ അനുഭവിക്കുന്ന 150 ഭിന്നശേഷി കുട്ടികൾക്കാണ് വിവിധ ഇനങ്ങളിൽ പരിശീലനം നൽകി വരുന്നത്. പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുന്ന തുടർച്ചയായ പരിശീലനത്തിലൂടെ നടക്കാൻ പോലും പ്രയാസപ്പെട്ടിരുന്ന കുട്ടികൾ ഓടുകയും കളിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായെന്ന് പരിശീലക ഗിരിജ പറയുന്നു. ഇവർക്ക് ഓൾറെഡി ശാരീരികമായിട്ട് കുറേ കോർഡിനേഷൻ പ്രോബ്ലംസ് അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ ഒരു പരിധി വരെ മറികടക്കാൻ അവർ കുറേ സ്റ്റിഗ്മാസ് ഉണ്ട്. അത് ഓൾറെഡി അവരൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ അതിന്റെ ആ ഒരു സ്റ്റിഗ്മയും കൂടെ ആകുമ്പോൾ ഇവർ കൂടുതൽ അവരുടെ ഡിസബിലിറ്റി കൂടുതൽ ഉള്ളിലേക്ക് വലിയാനാണ് അവർക്ക് താല്പര്യം. പക്ഷേ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് ഈ കുട്ടികൾ ഇറങ്ങിക്കഴിയുമ്പം ഇവരുടെ മുന്നോട്ടുള്ള വരവെന്ന് പറയുന്ന അവിശ്വസനീയമായ മാറ്റമാണ് ഇവർക്ക് സംഭവിക്കുന്നത്. സമഗ്ര ശിക്ഷ കോഴിക്കോടും CPSAKയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രത്യേക സ്പോർട്സ് ട്രെയിനിംഗ് പ്രോഗ്രാമിലൂടെ തെരഞ്ഞെടുത്ത 5 വനിതാ താരങ്ങളാണ് ഓഗസ്റ്റ് 18 മുതൽ 23 വരെ ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുന്ന ഇന്റർകോണ്ടിനെന്റൽ കപ്പ് സെറിബ്രൽ പാൾസി ഫുട്ബോളിൽ പങ്കെടുക്കുന്നത്. റിയ കോശി, നിയ ഫാത്തിമ, ആര്യ ശ്രീദേവി നായൻ, അവന്തിക വിനോദ്, വ്രജസൂര്യ, പരിശീലക ഗിരിജകുമാരി എന്നിവരാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. ഞാൻ ഒരുപാട് അതൊന്ന് ക്യാമ്പിലേക്ക് ഏത് പൊസിഷനിലാണ് കളിക്കുന്നത്? CPSAK സജ്ജീകരിച്ചിരിക്കുന്ന സിസ്റ്റമാറ്റിക് പാത്വേ മോഡൽ മുഖേന കഴിവുള്ള കുട്ടികളെ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലേക്ക് തെരഞ്ഞെടുത്ത് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരുക്കവും പുരോഗമിക്കുകയാണ്. ടീം പ്രഖ്യാപനത്തിനും യാത്രയയപ്പിനുമായി ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും എത്തിയിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്.